ഫസ്റ്റ് മോഡ്യൂളാണ് ഓപ്പറേഷൻ റിസർച്ച്. അതായത് ഓപ്പറേഷൻ റിസർച്ച് എന്താണ്, അതിൻ്റെ കോൺസെപ്റ്റ് എന്താണ്, മീനിങ് എന്താണ്, അതേപോലെ ഡെഫിനിഷൻസ്, പിന്നെ അപ്ലിക്കേഷൻസ്, ടെക്നിക്ക്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പോൾ എന്താണ് നമുക്ക് ഓപ്പറേഷൻ റിസർച്ച് നോക്കാം. ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറയുന്നത് ഒരു പ്രോബ്ലത്തിന് നമ്മൾ ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന മെത്തേഡാണെന്ത്, ഓപ്പറേഷൻ റിസർച്ച്. ഓക്കെ, ഈ ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ആപ്ലിക്കേഷൻ ഓഫ് അഡ്വാൻസ്ഡ് അനലിറ്റിക്കൽ മെത്തേഡാണ്. അപ്പോൾ എന്താണ് അനലിറ്റിക്കൽ മെത്തേഡ്? അനലിറ്റിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ സയൻറ്റിഫിക് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് യൂസ് ചെയ്തിട്ട് പ്രശ്നങ്ങൾ എന്ത് ചെയ്യും, പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ്, ഒരു ഫോർമൽ രീതിയിൽ സോൾവ് ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ് നമ്മളെന്ന് പറയുന്നത് അനലിറ്റിക്കൽ മെത്തേഡ്. ഓക്കെ, നിങ്ങൾ പ്ലസ് ടുവിൽ സോൾട്ട് അനാലിസിസ് ഒക്കെ ചെയ്തില്ലേ? അതായത് നമുക്കൊരു അൺനോൺ ആയിട്ടുള്ള സോൾട്ട് തരും, എന്നിട്ട് എന്ത് ചെയ്യും, നമ്മളൊരു സയൻറ്റിഫിക് ആയിട്ടുള്ള പ്രൊസീജിയറിൽ കൂടി നമ്മൾ ആ സോൾട്ട് ഏതാണെന്ന് കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ അവിടെയൊക്കെ നമ്മളൊരു സയൻറ്റിഫിക് ആയിട്ടുള്ള എന്താണ്, ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് മെത്തേഡിനെയാണ് നമ്മൾ അനലിറ്റിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഓപ്പറേഷൻ റിസർച്ചും എന്താണ്, ഒരു അനലിറ്റിക്കൽ മെത്തേഡാണ്. പ്രോബ്ലം സോൾവിങ്, അത് ബെറ്റർ ആയിട്ടുള്ള ഡെസിഷൻ എടുക്കാനുള്ള, ഒരു പ്രോബ്ലത്തിന് ബെറ്റർ ആയിട്ടുള്ള ഡെസിഷൻ എടുക്കാനുള്ള എന്താണ്, ഒരു അനലിറ്റിക്കൽ മെത്തേഡ്. ഓക്കെ, അതായത് ഓപ്പറേഷൻ റിസർച്ചിന് എന്തുണ്ടായിരിക്കും, ആ മെത്തേഡിന് ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ സ്റ്റെപ്പ് ഉണ്ടാവില്ല, ഒരു ഫോർമൽ സ്റ്റെപ്പ് ഉണ്ടാവും. അപ്പോൾ ഈ ഓപ്പറേഷൻ റിസർച്ചിൻ്റെ ടെക്നിക്കുകൾ, മെത്തേഡ്സാണ് നിങ്ങൾ ബാക്കി 4 മൊഡ്യൂൾസിലായിട്ട് പഠിച്ചത്. അസൈൻമെൻറ്റ് പ്രോബ്ലം, ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം, നെറ്റ്വർക്കിംഗ്, LPP, ഇതൊക്കെ പഠിച്ചില്ലേ? ഇതൊക്കെ എന്താണ്, ഈ ഓപ്പറേഷൻ റിസർച്ചിനെ നമ്മൾ പറഞ്ഞില്ലേ, പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ളൊരു മെത്തേഡാണ് ഓപ്പറേഷൻ റിസർച്ച് എന്ന്. ആ മെത്തേഡ്സാണ് നിങ്ങൾ പഠിച്ചത്. ഓക്കെ, അപ്പോൾ ഓരോ പ്രോബ്ലത്തിനും നമുക്ക് എല്ലാ മെത്തേഡ്സും ചിലപ്പോൾ യൂസ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, പ്രോബ്ലം സോൾവ് ചെയ്യും. ഓക്കെ, ഈ ഓപ്പറേഷൻ റിസർച്ചിനോട് ഒരുപാട് പേരുകളുണ്ട് കേട്ടോ. മാനേജ്മെൻറ്റ് സയൻസ്, ഡിസിഷൻ തിയറി എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ മാനേജ്മെൻറ്റ് സയൻസ് യൂസസ് മാത്തമാറ്റിക്കൽ ആൻഡ് സയൻറ്റിഫിക് ടെക്നിക്ക് ടു ഹെൽപ്പ് ഓർഗനൈസേഷൻ മോഡൽ ആൻഡ് പ്രെഡിക്റ്റ് ഔട്ട്കം ടു ഇൻഫോം ദ ഡെസിഷൻസ്. അപ്പോൾ ഇതെന്ത് യൂസ് ചെയ്യുന്നുണ്ട്, നമ്മൾ LPPയും ഡിസിഷൻ നെറ്റ്വർക്കിംഗ് ഒക്കെ ചെയ്തപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മാത്തമാറ്റിക്കൽ ആൻഡ് സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു ടെക്നിക്കല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റ് സയൻസ് എന്താണ്, അതായത് ഓപ്പറേഷൻ റിസർച്ച് യൂസസ് എന്ത് യൂസ് ചെയ്യുന്നു, മാത്തമാറ്റിക്കൽ ആൻഡ് സയൻറ്റിഫിക് ടെക്നിക്കുകൾ യൂസ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്, ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ അതിനെ നെയിംസ് പ്രിഫർ ചെയ്തത്, അതായത് പറഞ്ഞില്ല ഓപ്പറേഷൻ റിസർച്ചിന് ഒരുപാട് പേരുകളുണ്ടെന്ന്. മാനേജ്മെൻറ്റ് സയൻസ്, ഓപ്പറേഷൻ റിസർച്ച് ഒക്കെ എന്താണ്, ഒരാൾ തന്നെയാണ്. അപ്പം ഇതാ നെയിം മാനേജ്മെൻറ്റ് സയൻസ് പ്രിഫർ ചെയ്ത ആരാണ്, അമേരിക്കൻസ് ആണ്. ഓക്കെ, and the range of problem and issues to which operation research has contributed insight and solution is vast. അതായത് നമ്മളെ ഈ ഓപ്പറേഷൻ റിസർച്ച് യൂസ് ചെയ്യുന്ന ഏരിയാസ് എന്ന് പറയുന്നത് വളരെ വാസ്റ്റാണ് അല്ലേ. നമ്മളെ ഓൾമോസ്റ്റ് എല്ലാ പ്രോബ്ലം വലിയ വലിയ കമ്പനീസിൻ്റെതായാലും അങ്ങനെയുള്ള പ്രോബ്ലംസും വലിയ വലിയ പ്രൊജക്റ്റുകളെ പ്രോബ്ലംസും അതൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഇപ്പം ഓപ്പറേഷൻ റിസർച്ച് ടെക്നിക്കുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഓപ്പറേഷൻ റിസർച്ച് അപ്ലൈ ചെയ്യുന്ന സം ഏരിയാസാണ്. ഇറ്റ് ഇൻക്ലൂഡ് ഷെഡ്യൂളിങ് എയർലൈൻസുകൾ ഷെഡ്യൂൾ ചെയ്യുക, ബോത്ത് പ്ലെയിൻസ് ആൻഡ് ക്രൂസ് അല്ലേ, പ്ലെയിൻസിൻ്റെ പിന്നെ അവിടെ വർക്ക് ചെയ്യുന്ന ക്രൂസിൻ്റെ ഒക്കെ വർക്കും കാര്യങ്ങളും ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഡിസൈഡിങ് ദ അപ്രോപ്രിയേറ്റ് പ്ലേസ് ടു സൈറ്റ് ന്യൂ ഫെസിലിറ്റീസ് സച്ച് ആസ് വെയർ ഹൗസ് ഓർ ഫാക്ടറി. പുതിയ നമ്മൾ വെയർ ഹൗസോ ഫാക്ടറിയോ അങ്ങനെ എന്തെങ്കിലും തുടങ്ങുന്ന സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, പല കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ട് വേണം അതിൻ്റെ പ്ലോട്ടൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. അതായത് അങ്ങോട്ടേക്ക് ട്രാൻസ്പോർട്ടേഷൻ ഈസി ആണോ, അല്ലെങ്കിൽ അങ്ങനെ ഫാക്ടറിയൊക്കെ തുടങ്ങുമ്പോൾ അവിടെ ഇപ്പം വാട്ടറിൻ്റെ അവൈലബിലിറ്റി ഉണ്ടോ, ഇപ്പോൾ വാട്ടർ വെച്ചിട്ടുള്ള എന്തെങ്കിലും ഇതാണെങ്കിൽ അതിൻ്റെ അവൈലബിലിറ്റി ഉണ്ടോ, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ഈസി ആണോ, അങ്ങനെയുള്ള പല കാര്യങ്ങളും നോക്കിയിട്ടാക്കി ഒരു ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അവിടെ എന്തുണ്ടാവും, ഒരു പ്രോബ്ലം ഉണ്ടാവും അല്ലേ, ഒരു ഡെസിഷൻ എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഓപ്പറേഷൻ റിസർച്ച് ടെക്നിക്കുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ഡിസൈഡിങ് ദ അപ്രോപ്രിയേറ്റ് പ്ലേസ് ടു സൈറ്റ് ന്യൂ ഫെസിലിറ്റീസ് സച്ച് ആസ് വെയർ ഹൗസ് ഓർ ഫാക്ടറി ആൻഡ് മാനേജിങ് ദ ഫ്ലോ ഓഫ് വാട്ടർ ഫ്രം റിസർവയേഴ്സ്. അതായത് നമ്മൾ ഡാംസിൻ്റെ ഒക്കെ അല്ലേ, ഡാംസിൻ്റെ ഒക്കെ നമ്മൾ വാട്ടറൊക്കെ തുറന്നു വിടുന്നില്ല ഇടയ്ക്ക്, ഷട്ടർ തുറക്കാറില്ലേ നമ്മൾ ഡാംസിൻ്റെ ഒക്കെ. അപ്പോൾ അത് തുറക്കുന്ന അവരെങ്ങനെ ഡിസൈഡ് ചെയ്യുന്നത്, എത്ര ഇഞ്ചസ് വിഡ്ത്തിൽ ഓപ്പൺ ആക്കണം,
എത്ര വാട്ടർ പുറത്തേക്ക് ഒഴുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ഡിസൈഡ് ചെയ്യുന്ന എന്തൊക്കെ നോക്കണം, അത് ഇത്രയും എമൗണ്ട് വാട്ടർ നമ്മൾ പുറത്തേക്ക് ഒഴുക്കി കഴിഞ്ഞാൽ അത് ആ വാട്ടർ എവിടെ വരെ പോകും അല്ലേ, അടുത്തുള്ള വീടുകൾക്ക് അത് പ്രശ്നമാകുമോ, കൃഷികൾക്ക് അത് നാശം വരുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഡാംസിൽ നിന്നൊക്കെ നമ്മൾ വെള്ളം പുറത്തോട്ട് വിടുന്നത്. അപ്പോൾ അവിടെയും എന്തുണ്ട് ഒരു പ്രോബ്ലമാണ്. അപ്പോൾ നമുക്ക് ഡിസിഷൻ എടുക്കേണ്ടി വരും. അവിടെയൊക്കെ യൂസ് ചെയ്യുന്ന എന്താണ് ഓപ്പറേഷൻ റിസർച്ച് ടെക്നിക്കുകളാണ്. പിന്നെ ഐഡൻറ്റിഫൈ പോസിബിൾ ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റ് പാർട്സ് ഫോർ പാർട്സ് ഓഫ് ടെലി കമ്മ്യൂണിക്കേഷൻ ഇൻഡസ്ട്രി. അപ്പോൾ ടെലി കമ്മ്യൂണിക്കേഷനിലൊക്കെ അതിൻ്റെ ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തിലൊക്കെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഓപ്പറേഷൻ റിസർച്ചുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി എസ്റ്റാബ്ലിഷിംഗ് ദ ഇൻഫർമേഷൻ നീഡ്സ് ആൻഡ് അപ്രോപ്രിയേറ്റ് സിസ്റ്റം ടു അപ്ലൈ ദം വിത്തിൻ ദ ഹെൽത്ത് സർവീസ്. അപ്പം ഹെൽത്ത് സർവീസിലും ഉള്ള പല പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ വേണ്ടി, ഡിസിഷൻ എടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഓപ്പറേഷൻ റിസർച്ച് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഐഡൻറ്റിഫൈ അണ്ടർസ്റ്റാൻഡിങ് ദ സ്ട്രാറ്റജീസ് അഡോപ്റ്റഡ് ബൈ കമ്പനീസ് ഫോർ ദെയർ ഇൻഫർമേഷൻ സിസ്റ്റം. അപ്പം കമ്പനീസും അതിൻ്റെ ഐഡൻറ്റിഫൈ അണ്ടർസ്റ്റാൻഡിങ് സ്ട്രാറ്റജീസ്, കമ്പനീസിൻ്റെ അവരുടെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസും അതൊക്കെ അഡോപ്റ്റ് ചെയ്യുമ്പം എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഒരു ഡിസിഷൻ എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ ഓൾറെഡി റണ്ണിങ് ആണ്, ഓക്കെ, നമുക്ക് കുറച്ചും കൂടി ഒന്ന് മാർക്കറ്റിൽ ഒന്നും കൂടി അത് പോപ്പുലർ ആക്കാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ അതിൻ്റെ എന്ത് ചെയ്യും, കമ്പനി എന്ത് ചെയ്യും, അതിൻ്റെ പാക്കിംഗ് സ്റ്റൈലോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചേഞ്ചസ് വരുത്തും. അപ്പോൾ അങ്ങനെയൊക്കെ ചേഞ്ചസ് വരുത്തുമ്പം നമ്മൾ എന്ത് ചെയ്യും, വരുത്തുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യും, അതൊന്ന് അനലൈസ് ചെയ്യും. ഇത്രയും ചേഞ്ചസ് ഒക്കെ വരുത്തി കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൂടുമോ കുറയുമോ, എത്ര പ്രോഫിറ്റ് ഉണ്ടാവും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ട് മാത്രമേ അവരെന്ത് ചെയ്യുള്ളൂ, ആ പ്രൊഡക്റ്റിനെ മോഡിഫൈ ചെയ്യാൻ നോക്കുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഓരോ കമ്പനീസ് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്, ഓപ്പറേഷൻ റിസർച്ചാണ്. ഇനി കോൺസെപ്റ്റ് ഓഫ് ഓപ്പറേഷൻ റിസർച്ച്. But decision making is required in every walk of life because everyone faces problem and they wanted to overcome it അല്ലേ. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് എന്താണ്, എല്ലാവരുടെ ലൈഫിലും ആവശ്യമുള്ള സാധനമാണ് അല്ലേ. അപ്പം നമ്മൾ ഓപ്പറേഷൻ റിസർച്ച് എന്താ യൂസ് ചെയ്യുന്നത്, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കാണ്. ക്യാൻ ബി യൂസ്ഡ് ടു ടേക്ക് അഡാപ്റ്റ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്ക് അല്ലെ, സയൻറ്റിഫിക് ആയിട്ടുള്ള അപ്രോച്ച്. ക്വാണ്ടിറ്റേറ്റീവ് മീൻസ് ഇറ്റ്സ് മാത്തമാറ്റിക്കൽ ടെക്നിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഓപ്പറേഷൻ റിസർച്ച് ഇസ് വൺ ഓഫ് ദ സച്ച് എ ടെക്നിക്ക് ആൻഡ് മോഡേൺ ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് ഓപ്പറേഷൻസ് ആർ കോംപ്ലെക്സ് ഇൻ നേച്ചർ ആൻഡ് മെനി കമ്പോണൻസ് ഓഫ് ഓർഗനൈസേഷൻ ഗീവ് റിലേറ്റീവ്ലി ഓട്ടോണോമസ് സ്റ്റാറ്റസ് വിത്തിൻ ദ ക്രിയേറ്റീവ് പ്രോബ്ലംസ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ വലിയ കമ്പനീസ് ആകുമ്പോൾ എന്തുണ്ടാവും, ഒരുപാട് കോംപ്ലെക്സ് ആയിട്ടുള്ള ഓപ്പറേഷൻസും കാര്യങ്ങൾക്കും അവർ അല്ലേ, വലിയ കമ്പനീസ് ആകുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, ഒരുപാട് പ്രോബ്ലംസ് അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരും അല്ലെ. ഓരോ പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള കോംപ്ലെക്സ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആരെ ഹെൽപ്പ് തേടുന്നുണ്ട്, ആരെ ഹെൽപ്പ് എടുക്കുന്നുണ്ട്, ഓപ്പറേഷൻ റിസർച്ചിൻ്റെ ഹെൽപ്പ് എടുക്കുന്നുണ്ട്. The development of operation research as a science consists of development of methods, concept, technique. As a discipline, the operation research is considered as a മാനേജ്മെൻറ്റ് സയൻസ്. നമ്മൾ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി എന്നൊക്കെ പറയുന്നവർ ഇൻ ടേംസ് ഓഫ് ഡിസിപ്ലിൻ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ ഓപ്പറേഷൻ റിസർച്ചിനെ എന്ത് വിളിക്കുന്നു, മാനേജ്മെൻറ്റ് സയൻസ് എന്ന് വിളിക്കുന്നു. നെക്സ്റ്റ്, മീനിങ് ഓഫ് ഓറിൻ്റെ മീനിങ് എന്താണ്? ദ ടേം ഓപ്പറേഷൻ റിസർച്ച് റെഫേഴ്സ് ടു ആപ്ലിക്കേഷൻ ഓഫ് സയൻറ്റിഫിക് മെത്തഡോളജി ഓഫ് സെവറൽ ഡിഫിക്കൽട്ട് ഡിസിപ്ലിൻ ടു പ്രോബ്ലം റിലേറ്റിംഗ് ടു ഫംഗ്ഷനിങ് ഓർ ഓപ്പറേറ്റിംഗ് ബിസിനസ് യൂണിറ്റ്സ്. Governments and institutions, operation research expert to provide a quantitative basis for management decision which will help the managers to make best operating decisions. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ OR യൂസ് ചെയ്യുന്ന എന്താണ്, സയൻറ്റിഫിക് മെത്തഡോളജിയാണ്. അത് യൂസ് ചെയ്തിട്ട് മാനേജേഴ്സിനെ എന്തിനു സഹായിക്കുന്നുണ്ട്, ടു ടേക്ക് ബെസ്റ്റ് ഓപ്പറേറ്റിംഗ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് ഗവൺമെൻറ് സെക്ടറിലും യൂസ് ചെയ്യുന്നുണ്ട്, നോട്ട് ഓൺലി ഇൻ പ്രൈവറ്റ് സെക്ടർ. എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലും ഗവൺമെൻറ് എല്ലാ സ്ഥലത്തും എന്ത് ചെയ്യുന്നുണ്ട്, ഓപ്പറേഷൻ റിസർച്ച് യൂസ് ചെയ്യുന്നുണ്ട്. ദ വേർഡ് ഓപ്പറേഷൻ റിസർച്ച് ലിറ്ററലി മീൻസ് സം ആക്ഷൻസ് വിച്ച് ആർ അപ്ലൈഡ് ഇൻ പ്രോബ്ലംസ്. ഓപ്പറേഷൻ എന്ന് പറയുന്ന മീനിങ്, അപ്പോൾ ഓപ്പറേഷൻ റിസർച്ച് എന്നല്ല, അപ്പോൾ അവിടെ രണ്ട് ടേം ഉണ്ട്, ഓപ്പറേഷൻ ആൻഡ് റിസർച്ച്. അപ്പോൾ ഓപ്പറേഷൻ എന്ന് പറയുന്നത് വിച്ച് മീൻസ് സം ആക്ഷൻസ് ആണ്, ഓക്കെ, വിത്ത് അപ്ലൈഡ് ഇൻ പ്രോബ്ലംസ്. നമ്മൾ പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യുന്ന ആക്ഷൻസ് ആണെന്ത്, ഓപ്പറേഷൻ, ഓക്കെ. പിന്നെ ഓപ്പറേഷൻ റിസർച്ച് ഇസ് എ സിസ്റ്റമാറ്റിക് മെത്തേഡ് ഓറിയൻറ്റഡ് സ്റ്റഡി ഓഫ് ബേസിക് സ്ട്രക്ചർ, ഫംഗ്ഷൻ, റിലേഷൻഷിപ്പ് ഓഫ് ഓർഗനൈസേഷൻ. It is scientific approach to decision making and integral part of multidisciplinary area of management philosophy. അതായത് റിസർച്ച് എന്ന് പറയുന്നത് എന്താണ്, എന്തുകൊണ്ട് ഇതിനെ റിസർച്ച് എന്ന് പറഞ്ഞു,
അത് നമ്മൾ ഓപ്പറേഷൻ റിസർച്ചിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് സയൻറ്റിഫിക് ആൻഡ് സിസ്റ്റമാറ്റിക് ആണ്. ഇപ്പോൾ റിസർച്ച് എന്നൊക്കെ പറയുന്നത് എന്താണ്, വളരെ സയൻറ്റിഫിക് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടും പോകുന്നൊരു അപ്രോച്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എന്ത് പേര് വന്നത്, ഓപ്പറേഷൻ റിസർച്ച്. ഓപ്പറേഷൻ മീൻസ് ആക്ഷൻ, റിസർച്ച് എന്ന് വരാൻ കാരണം എന്താണ്, നമ്മൾ സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡ്സും സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ, ഡെഫിനിഷൻസ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ പഠിച്ച് വെക്കുക, എളുപ്പമുള്ളത് നോക്കിയിട്ട്. കുറേ ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്, ഏതെങ്കിലും ഒന്ന് പഠിച്ച് വെച്ചാൽ മതി. അപ്പോൾ ഒന്നത് ഓപ്പറേഷൻ റിസർച്ചസ്. അപ്പോൾ ഫസ്റ്റ് വൺ നോക്കുക, ഓപ്പറേഷൻ റിസർച്ച് ഇസ് ആൻ അനലിറ്റിക്കൽ മെത്തേഡ് ഓഫ് പ്രോബ്ലം സോൾവിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ദാറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ മാനേജ്മെൻറ്റ് ഓർഗനൈസേഷൻ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ എടുക്കുക, എളുപ്പമുള്ളൊരു ഡെഫിനിഷൻ നോക്കിയിട്ട് അത് പഠിച്ച് വെക്കുക. അത് 3 മാർക്ക് അല്ലെങ്കിൽ പാർട്ട് എയിൽ ചോദിക്കും. ഓക്കെ, ഫീച്ചേഴ്സ്. ഇനി ഓറിൻ്റെ ഫീച്ചേഴ്സ്, ഇത് നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ആയിട്ടും എഴുതാം. ഓറിൻ്റെ അഡ്വാൻറ്റേജസ് ചോദിക്കുമ്പോൾ ഫീച്ചേഴ്സ് എഴുതാം. ഓക്കെ, നോക്കാം എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്ന്. ദ ഓപ്പറേഷൻ റിസർച്ച് യൂസ് സയൻറ്റിഫിക് മെത്തേഡ് ഫോർ ഡെസിഷൻ മേക്കിംഗ്. ഡെസിഷൻ മേക്കിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, സയൻറ്റിഫിക് യൂസ് ചെയ്യുന്നതാണ്. അത് അതിൻ്റെ ഒരു ഫീച്ചറാണ്, ഓൾസോ അതിൻ്റെ ഒരു മെറിറ്റും കൂടിയാണ്. ഓക്കെ, അതായത് സയൻറ്റിഫിക് മെത്തേഡ് എപ്പോഴും എന്തായിരിക്കും, ആക്യുറേറ്റ് ആയിരിക്കും എന്നുള്ളൊരു കൺസെപ്റ്റ് ഇല്ലേ. ഓക്കെ, രണ്ടാമത്തെ, ഇറ്റ് ഇൻവോൾവ് കമ്പൈൻഡ് എഫേർട്സ് ഫ്രം വേരിയസ് ഡിസിപ്ലിൻസ്. ദാറ്റ് മീൻസ് ഇറ്റ് ഫോളോ മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച്. അപ്പോൾ ഇവിടെ ഓപ്പറേഷൻ റിസർച്ചിൽ നമ്മൾ എക്സ്പേർട്സ് അല്ലേ, ഓപ്പറേഷൻ റിസർച്ചിൻ്റെ എക്സ്പേർട്ട് ആയിരിക്കും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പല ഡിസിപ്ലിൻസ് എന്ന് വെച്ചാൽ മാത്തമാറ്റീഷ്യൻസ് ഉണ്ടാവും, ബിസിനസ്സിലെ ആൾക്കാരുണ്ടാവും. അപ്പോൾ എല്ലാവരും കൂടി ചേർന്നിട്ട്, അങ്ങനെയുള്ള എല്ലാ എക്സ്പേർട്സും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചാണ്. ഓക്കെ, അപ്പോൾ അത് ഇതിൻ്റെ ഒരു ഫീച്ചറുമാണ്. ഇതിൻ്റെ എന്തായിട്ട് എടുക്കാം, നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് എടുക്കാം. അപ്പോൾ 2 അഡ്വാൻറ്റേജ് ഇവിടെ നിന്ന് കിട്ടിയില്ലേ. അപ്പോൾ എന്തൊക്കെ കിട്ടി, ഒരു സയൻറ്റിഫിക് മെത്തേഡാണ്, ഓൾസോ ഇറ്റ് ഈസ് എ മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച്. Operation research studies all the aspects of problem under study and analyze it thoroughly to find optimal solution as a whole. അതായത് ഓപ്പറേഷൻ റിസർച്ച് സ്റ്റഡീസ് ഓൾ ആസ്പെക്ട്സ് ഓഫ് പ്രോബ്ലം. അതായത് നമ്മൾ പ്രോബ്ലത്തിൻ്റെ എല്ലാ വശങ്ങളും എന്ത് ചെയ്യും, സ്റ്റഡി ചെയ്യും. എന്നിട്ടാണ് എന്ത് ചെയ്യുക, ആ പ്രശ്നം സോൾവ് ചെയ്യുക. അതാണ് ഇവിടെ പറഞ്ഞത്. ഓപ്പറേഷൻ റിസർച്ച് സ്റ്റഡീസ് ഓൾ ദ ആസ്പെക്ട്സ് ഓഫ് പ്രോബ്ലം അണ്ടർ സ്റ്റഡി ആൻഡ് അനലൈസ് ഇറ്റ് തറൗലി ടു ഫൈൻഡ് ഒപ്റ്റിമം സൊല്യൂഷൻ. അതായത് നമുക്ക് മാക്സിമം ഒരു നമുക്ക് ഇപ്പോൾ പ്രോഫിറ്റിൻ്റെ ഒക്കെ കേസിലാണ് മാക്സിമം പ്രോഫിറ്റ് അല്ലേ. അപ്പോൾ അവിടെ എന്താണ് ഒപ്റ്റിമം എന്ന് പറയുന്നതൊക്കെ മാക്സിമം സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ എന്തെങ്കിലും കമ്പനിക്ക് എന്തെങ്കിലും, ഇപ്പോൾ ഒരു കമ്പനീൻ്റെ കേസിൽ ലോസൊക്കെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ നോക്കും, അത് മിനിമൈസ് ചെയ്യാൻ നോക്കും. അപ്പോൾ ഇങ്ങനെ ഒപ്റ്റിമം മീൻസ് മാക്സിമൈസ് ഓർ മിനിമൈസ്, എന്താണോ അവരുടെ ആവശ്യമുള്ളത് ആ രീതിക്ക്. അപ്പോൾ ഓപ്പറേഷൻ റിസർച്ച് സ്റ്റഡീസ് ഓൾ ദ ആസ്പെക്ട്സ് ഓഫ് സൊല്യൂഷൻ അണ്ടർ സ്റ്റഡി ആൻഡ് അനലൈസ് ഇറ്റ് തറൗലി ടു ഫൈൻഡ് ഒപ്റ്റിമം സൊല്യൂഷൻ. ഓക്കെ, മാക്സിമം ആക്യുറേറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ എന്ത് ചെയ്യും, കൊടുക്കും, ഫൈൻഡ് ചെയ്യും. മാക്സിമം ആക്യുറേറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ എന്ത് ചെയ്യും, ഫൈൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു മെറിറ്റും കൂടിയാണ്. ഫീച്ചേഴ്സിൻ്റെ കൂടെ മെറിറ്റിലും നമുക്ക് ഇത് എഴുതാൻ പറ്റും. ഇറ്റ് പ്രൊവൈഡ് ക്വാണ്ടിറ്റേറ്റീവ് ബേസിസ് ഫോർ അനലൈസിങ് കോംപ്ലിക്കേറ്റഡ് എവറി ഡേ പ്രോബ്ലം. ഇറ്റ് പ്രൊവൈഡ് ക്വാണ്ടിറ്റേറ്റീവ് ബേസിസ് അല്ലെ, നമ്മൾ പറഞ്ഞില്ല, ഇറ്റ്സ് എ മാത്തമാറ്റിക്കൽ ടെക്നിക്ക്. ക്വാണ്ടിറ്റേറ്റീവ് ബേസിസ് ആണ് ഫോർ അനലൈസിങ് കോംപ്ലിക്കേറ്റഡ് എവറി ഡേ പ്രോബ്ലം. അപ്പം പ്രോബ്ലത്തിന് അവർ അപ്രോച്ച് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു ക്വാണ്ടിറ്റേറ്റീവ് ബേസിസ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫീച്ചറാണ്. ആൻഡ് ഓൾസോ ഇറ്റ്സ് എൻ അഡ്വാൻറ്റേജ്. ഇറ്റ് പ്രൊവൈഡ് ബാഡ് ആൻസേഴ്സ് ടു പ്രോബ്ലം വെർ അതർവൈസ് റോസ് ആൻസേഴ്സ് ആർ ഗിവൺ. ഇറ്റ് മീൻസ്, അതായത് നമ്മളിപ്പം ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ഇൻഫർമേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇൻഫർമേഷൻസ് കൊടുക്കൂലേ. അത് നമ്മൾ തെറ്റായിട്ടുള്ള ഇൻഫർമേഷനാണ് കൊടുക്കുന്നതെങ്കിൽ അതിലും മോശമായിട്ടുള്ള റിസൾട്ടായിരിക്കും നമുക്ക് ഈ മെത്തേഡ് ഓപ്പറേഷൻ റിസർച്ച് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഫർമേഷൻസ്, പ്രോബ്ലം ചെയ്യാനുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുമ്പം അതെന്ത് ചെയ്യാം, ശരിയായിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കണം. ഓക്കെ, മോശമായിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ റിസൾട്ട്, മെത്തേഡ് ചെയ്ത് ലാസ്റ്റ് കിട്ടുന്ന ഡിസിഷൻ എന്തായിരിക്കും, അതിലും മോശമായിട്ടുള്ളതായിരിക്കും കിട്ടുക. ഓക്കെ, ഇത് നിങ്ങൾ അഡ്വാൻറ്റേജസിലേക്ക് കൂട്ടണ്ട, ഫീച്ചേഴ്സ് ആയിട്ട് തന്നെ എടുത്താൽ മതി. ഓക്കെ, ബാക്കിയുള്ള എല്ലാം അഡ്വാൻറ്റേജസ് ചോദിച്ചാൽ അതിൽ എഴുതാം. ഓക്കെ, നെക്സ്റ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് OR. 1900-കളിലാണ് ഈ ഒരു ഓപ്പറേഷൻ റിസർച്ച് ആദ്യമായിട്ട് ഇനീഷ്യേറ്റ് ചെയ്ത് വന്നത്. അത് തുടങ്ങി വെച്ചത് ആരാണ്, ഫെഡറിക് W. ടൈലറാണ്. ഓക്കെ, അപ്പം ഫെഡറിക്കാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ഫോർ മാനേജ്മെൻറ്റ് അവർ ഒന്ന് സ്റ്റാർട്ട് ചെയ്തത്, കണ്ടുപിടിച്ച് തുടങ്ങിയത്. അപ്പോൾ ഈ ഓപ്പറേഷൻ റിസർച്ച് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വന്നത്, 1900-കളിലാണ് ആദ്യമായിട്ടിത് യൂസ് ചെയ്ത് വന്നത് അല്ലെ. ഒരു മെത്തേഡ്സൊക്കെ കണ്ടുപിടിച്ച് തുടങ്ങിയത് 1900-കളിലാണ്. അപ്പോൾ ആരാണത് ഇനീഷ്യേറ്റ് ചെയ്തത്, ഫെഡറിക് W. ടൈലറാണ് ആദ്യമായിട്ട് യൂസ് ചെയ്ത് തുടങ്ങിയത്.
പിന്നീടോ, ബട്ട് മോഡേൺ മാനേജ്മെൻറ്റ് സയൻസ് റിസർച്ച് ഇസ് ജനറലി കൺസിഡർഡ് ടു ഹാവ് ഒറിജിനേറ്റഡ് ഡ്യൂറിങ് വേൾഡ് വാർ സെക്കൻഡ്. ഓക്കെ, രണ്ടാം ലോക യുദ്ധത്തിലാണെന്ത് മോഡേൺ മാനേജ്മെൻറ്റ് സയൻസ് മാനേജ്മെൻറ്റ് അതായത് ഓപ്പറേഷൻ റിസർച്ച് എന്തായത് വന്നത്. അപ്പോൾ വേൾഡ് വാർ സെക്കൻഡിൽ അവിടെയുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും? അപ്പം ഈ യുദ്ധങ്ങളൊക്കെ വരുമ്പോൾ ഒരുപാട് സ്കെയേഴ്സ് ഉണ്ടാവില്ലേ, ഫുഡിനും പിന്നെ വെപ്പൺസിനും അങ്ങനെയുള്ള കാര്യങ്ങളും. അപ്പം നമ്മുടെ അടുത്ത് ലിമിറ്റഡ് ആയിട്ടുള്ള വെപ്പൺസും ഫുഡൊക്കെ എന്ത് ചെയ്യാം, പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, ആൾക്കാർക്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പം ഏത് രീതിയിൽ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ചെയ്തിരുന്നത്, എങ്ങനെയായിരുന്നു, ഈ ഓപ്പറേഷൻ റിസർച്ച് മെത്തേഡ് വഴിയായിരുന്നു ചെയ്തത്. The name operation research come directly from the context in which it was used and developed. വൈസ് വേഴ്സ റിസർച്ച് ഇൻ മിലിറ്ററി ഓപ്പറേഷൻസിന്. അപ്പം മിലിറ്ററി ഓപ്പറേഷൻസിൽ എന്ത് യൂസ് ചെയ്തിട്ടുണ്ട്, ഈ ഓപ്പറേഷൻ റിസർച്ച് ടെക്നിക്കൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഡ്യൂറിങ് ദ വേൾഡ് വാർ സെക്കൻഡ് ദ ബ്രിട്ടൻ വാസ് ഹാവിങ് വെരി ലിമിറ്റഡ് മിലിറ്ററി റിസോഴ്സസ്. ബ്രിട്ടൻ എന്തേ ഉള്ളായിരുന്നു, ലിമിറ്റഡ് ആയിട്ടുള്ള മിലിറ്ററി റിസോഴ്സസേ ഉള്ളായിരുന്നു. ആൻഡ് അർജൻറ്റ് നീഡ് വി ഫെൽറ്റ് ടു അലോക്കേറ്റ് സ്കെയേഴ്സ് റിസോഴ്സസ് ഇൻ എഫക്റ്റീവ് മാനർ. അപ്പം അവർക്ക് ഓൾറെഡി ഉള്ള റിസോഴ്സസ് വെപ്പൺസ് വെച്ചിട്ട് എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം, യുദ്ധം ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്ത് എങ്ങനെയായിരുന്നു, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഓപ്പറേഷൻ റിസർച്ച് ആയിരുന്നു. ദ ടീം ഓഫ് എക്സ്പേർട്ട് ഇൻ വേരിയസ് സബ്ജക്റ്റ് അസിസ്റ്റഡ് ടു സോൾവ് ദി സ്ട്രാറ്റജിക്കൽ ആൻഡ് ടെക്നിക്കൽ പ്രോബ്ലംസ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ മിലിറ്ററി റിസോഴ്സസിൻ്റെ പ്രശ്നം, അതായത് ഈ മിലിറ്ററീസ് ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ സോൾവ് ദീസ് സ്ട്രാറ്റജിക്കൽ ആൻഡ് ടെക്നിക്കൽ പ്രോബ്ലംസ്. അപ്പം ഇങ്ങനെയുള്ള ലിമിറ്റഡ് മിലിറ്ററി റിസോഴ്സസ് ഇല്ലേ, അപ്പോൾ അതൊക്കെ പ്രോപ്പറായിട്ട് സോൾവ് ചെയ്തത്, അതായത് എവിടെയൊക്കെ എങ്ങനെയൊക്കെ അവരെ ഉപയോഗിക്കണം അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്തത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഓപ്പറേഷൻ റിസർച്ച് ആണ്. ഓക്കെ, ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. പിന്നീട് എന്താണ് ദ സക്സസ് ഓഫ് മിലിറ്ററി. ഓക്കെ, ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ദിസ് ന്യൂ അപ്രോച്ച് ടു സയൻറ്റിഫിക് ആൻഡ് സിസ്റ്റമാറ്റിക് ആൻഡ് സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ഓപ്പറേഷൻ ഇസ് കോൾഡ് ഓപ്പറേഷൻ റിസർച്ച്. അപ്പോൾ ഈ രീതിയിലുള്ളൊരു അപ്രോച്ച് അല്ലെ, സിസ്റ്റമാറ്റിക് ആയിട്ട് സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചിനെയാണ് എന്ത് പറയുന്നത്, ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ വെൻ ദ ഓപ്പറേഷൻ റിസർച്ച് ഇസ് ഡെവലപ്ഡ് ആസ് എ ഡിസിപ്ലിൻ, അങ്ങനെ അതെന്തായി ഒരു സബ്ജക്റ്റ് പോലെ എന്തായിട്ട് വന്നു, ഡെവലപ്പ് ചെയ്ത് വന്നു. ഇറ്റ് ഈസ് നോൺ in different names such as operation analysis and system analysis, cost benefit analysis, പിന്നെ മാനേജ്മെൻറ്റ് സയൻസ്. ഇത്രയും പേരുകളുണ്ട് ഓപ്പറേഷൻ റിസർച്ചിന്. ദ സക്സസ് ഓഫ് മിലിറ്ററി ടീം ഫോർ സോൾവിങ് ദീസ് സ്ട്രാറ്റജിക്കൽ ആൻഡ് ടെക്നിക്കൽ പ്രോബ്ലംസ് അട്രാക്റ്റഡ് ദ അറ്റൻഷൻസ് ഓഫ് ദ ഇൻഡസ്ട്രി. അതായത് ഈ ഒരു ഓപ്പറേഷൻ റിസർച്ചിൻ്റെ ടെക്നിക്കുകൾ യൂസ് ചെയ്ത് മിലിറ്ററി ടീം വളരെ സക്സസ് ആയിട്ട് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തപ്പം കുറച്ചും കൂടി നമ്മൾ ഓപ്പറേഷൻ റിസർച്ച് എന്തായി, പോപ്പുലാരിറ്റി ഉണ്ടാവാൻ തുടങ്ങി. വിച്ച് വാസ് സീക്കിംഗ് സൊല്യൂഷൻ ടു പ്രോബ്ലം കോസ്ഡ് ബൈ ഇൻക്രീസിംഗ് കോംപ്ലക്സിറ്റി ആൻഡ് സ്പെഷ്യലൈസേഷൻ ഇൻ ഓർഗനൈസേഷൻസ്. ആൻഡ് ഓപ്പറേഷൻ റിസർച്ച് റാപ്പിഡ്ലി ഡെവലപ്പ് ഇൻ ഫീൽഡ് ഓഫ് ഇൻഡസ്ട്രിയൽ, അക്കാദമിക്, ഗവൺമെൻറ് ഓർഗനൈസേഷൻ. പിന്നീട് ഓപ്പറേഷൻ റിസർച്ച് എന്തായി, റാപ്പിഡായിട്ട് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. ഇൻഡസ്ട്രിയൽ ആയിട്ടും അക്കാദമിക് ആയിട്ടും ഗവൺമെൻറ് ഓർഗനൈസേഷനിലൊക്കെ യൂസ് ചെയ്ത് തുടങ്ങി. ബൈ ഏർലി 1950s ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഓപ്പറേഷൻ റിസർച്ച് ടെക്നിക് അറ്റൈൻഡ് എ ലെവൽ വിച്ച് ട്രാൻസ്ഫോംഡ് ഇൻ ടു യുണീക്ക് ഡിസിപ്ലിൻ. ഇറ്റ് അച്ചീവ്ഡ് റെക്കഗ്നൈസേഷൻ ഹാസ് സബ്ജക്റ്റ് ഫോർ സ്റ്റഡിങ് ഇൻ യൂണിവേഴ്സിറ്റീസ്. പിന്നീട് അത് വളരെയധികം ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി, എല്ലാ ഏരിയാസിനും യൂസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അതെന്തായി മാറി, ഒരു ഡിസിപ്ലിനായിട്ട് മാറി. അപ്പോൾ ഡിസിപ്ലിൻ ആകുമ്പോഴാണ് കോളേജുകളിലേക്കും യൂണിവേഴ്സിറ്റിയിലേക്കും അത് ആ ഒരു സബ്ജക്റ്റ് വന്നു തുടങ്ങും. പിന്നെ അതെന്തായി, ഇറ്റ് ഇസ് അച്ചീവ്ഡ് റെക്കഗ്നിഷൻ ആസ് എ സബ്ജക്റ്റ് ഫോർ സ്റ്റഡിങ് ഇൻ യൂണിവേഴ്സിറ്റീസ്. പിന്നെ എന്ത് വന്നു, അത് യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു സബ്ജക്റ്റായിട്ട് വന്നു. അങ്ങനെയാണ് നിങ്ങളിപ്പം ഓപ്പറേഷൻ റിസർച്ച് പഠിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ്. 1900 ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ മെയിനായിട്ട് യൂസ് ചെയ്ത എവിടെയാണ്, വേൾഡ് വാർ സെക്കൻഡിലാണ്. അപ്പോൾ അത് സക്സസ് ആയപ്പം എന്താണ്, എല്ലാ ഏരിയാസിലും ഓപ്പറേഷൻ റിസർച്ച് യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ 1915s ഒക്കെ ആയപ്പം എന്താണ്, ഇത് റാപ്പിഡായിട്ട് ഇതിൻ്റെ ഡെവലപ്മെൻറ്റും പിന്നെ എല്ലാ മേഖലയിലും ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതെന്തായി മാറി, ഒരു ഡിസിപ്ലിനായിട്ട് മാറി. അപ്പോൾ എങ്ങോട്ടേക്ക് വന്നു, യൂണിവേഴ്സിറ്റികളിലേക്ക് ഒരു സബ്ജക്റ്റായിട്ട് വന്നു. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ നിങ്ങൾ സെക്കൻഡ് സെമ്മിന് ഈ ഒരു ഓപ്പറേഷൻ റിസർച്ച് എന്നിട്ടുള്ളൊരു പേപ്പർ പഠിക്കാൻ ഉണ്ടായ സിറ്റുവേഷൻ. ഇനി എന്താ നോക്കുക, ഓപ്പറേഷൻ റിസർച്ചിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ നിങ്ങൾ ഇത്രയും കേട്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഓപ്പറേഷൻ റിസർച്ചിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ള കാര്യം. ഓക്കെ, നോക്കാം, കുറച്ച് ഇമ്പോർട്ടൻസ് നോക്കാം. ഓപ്പറേഷൻ റിസർച്ച് ഇസ് ദ ആപ്ലിക്കേഷൻ ഓഫ് സയൻറ്റിഫിക് മെത്തേഡ് ടു സോൾവ് പ്രോബ്ലംസ്. ഇതൊക്കെ തന്നെ നമ്മൾ ടീച്ചേഴ്സ് പറഞ്ഞില്ലേ, ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. എന്ത്, ഒരു സയൻറ്റിഫിക് മെത്തേഡല്ലേ, സയൻറ്റിഫിക് മെത്തേഡിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്.
പിന്നെ ഓപ്പറേഷൻ റിസർച്ച് പ്രൊവൈഡ് എ മോർ ആക്യുറേറ്റ് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ആൻഡ് റിസ്ക് അണ്ടർലൈനിങ് ബിസിനസ് ഓപ്പറേഷൻ ഇൻ മെഷറബിൾ ടേംസ് ടു ബിസിനസ് എക്സിക്യൂട്ടീവ്സ്. അപ്പോൾ നമുക്ക് ഇതൊരു സയൻറ്റിഫിക് മെത്തേഡ് ആയിക്കൊണ്ട് എന്താണ് എവിടെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ അതൊരു ഓറിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ്. പിന്നെ ഓർ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? മോർ ആക്യുറേറ്റ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ അബൌട്ട് കോസ് ആൻഡ് എഫക്റ്റ്. അതായത് ഇന്ന ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് എന്തായിരിക്കും, ഈ രീതിയിൽ കൂടി പോയി കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് എന്തായിരിക്കും, അങ്ങനെയുള്ള അതുപോലെ തന്നെ റിസ്ക് ഫാക്ടേഴ്സും എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ഓപ്പറേഷൻ റിസർച്ച് പ്രൊവൈഡ് സൊല്യൂഷൻ ഫോർ വേരിയസ് ബിസിനസ് പ്രോബ്ലംസ്. ഒരുപാട് ബിസിനസ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഓപ്പറേഷൻ റിസർച്ച് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓപ്പറേഷൻ റിസർച്ച് ടെക്നിക്ക് ആർ യൂസ് ടു അലോക്കേറ്റ് സ്കെയർസ് റിസോഴ്സസ് ടു വേരിയസ് പ്രൊജക്ട് സോ ദാറ്റ് ഇൻ എ ഗിവൺ ടൈം ദ പ്രോഫിറ്റ് അറ്റ് മാക്സിമം ഓർ കോസ്റ്റ് ഈസ് മിനിമം. അതായത് നമ്മൾ കമ്പനീസിൻ്റെ കാര്യം പറയില്ലേ, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി അത് സെല്ല് ചെയ്യുന്ന ഒരു പ്രോസസ്സാണെങ്കിൽ ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ കമ്പനീൻ്റെ അടുത്ത് കുറച്ച് ഒരു ലിമിറ്റഡ് റിസോഴ്സസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ലിമിറ്റഡ് ലേബേഴ്സേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മാക്സിമം പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് അത് മാക്സിമം എന്ത് ചെയ്യണം? പ്രോഫിറ്റ് എന്നുള്ള രീതിയിൽ നമ്മളത് സെയിൽ ചെയ്യണം. ഓക്കെ, എന്ത് ചെയ്യാൻ വേണം? ആ പ്രോഡക്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു കോസ്റ്റ് കുറയ്ക്കാൻ വേണം. ഓക്കെ, ഇതൊക്കെ നമുക്ക് എന്ത് വഴി ചെയ്യാൻ പറ്റും? ഓപ്പറേഷൻ റിസർച്ച് ഇതിനൊക്കെ ഉള്ള സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Likewise, it can be applied for arranging the time and quantities of order of stock to earn. അപ്പം കമ്പനീസിൻ്റെ ടൈം അറേഞ്ച്മെൻറ്റ്സിന്, ക്വാണ്ടിറ്റി ഓഫ് ഓർഡേഴ്സ്, സ്റ്റോക്ക്, എല്ലാ കാര്യത്തിനും എന്ത് ചെയ്യുന്നുണ്ട്? ഓപ്പറേഷൻ റിസർച്ച് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെയുള്ള ഓപ്പറേഷൻ റിസർച്ച് ഫെസിലിറ്റേറ്റ് ദ പ്രോസസ് ഓഫ് ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ലോഞ്ചിങ് ന്യൂ പ്രൊഡക്റ്റ്. പുതിയൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ കമ്പനി തീരുമാനിക്കുകയാണെങ്കിൽ അത് ഇത് ലോഞ്ച് ചെയ്യണോ അല്ലെങ്കിൽ വേണ്ടയോ എന്നുള്ളൊരു കാര്യം അവിടെ ഉണ്ട്. അതായത് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിക്ക് എന്തെങ്കിലും ലാഭമാണോ നഷ്ടമാണോ ഉണ്ടാവുക എന്നുള്ളൊരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു മെത്തേഡ് വഴി എന്ത് ചെയ്യും? നമ്മളത് സോൾവ് ചെയ്തെടുക്കും. അതായത് പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യണോ അല്ലെങ്കിൽ വേണ്ടയോ എന്നുള്ള കാര്യം. അപ്പം എന്ത് ചെയ്യുന്നുണ്ട്? ഡിസിഷൻ മേക്കിങ്ങിനും ഓപ്പറേഷൻ റിസർച്ച് എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്. ദ ഓർഗനൈസേഷൻ ഹാസ് നോ പ്രീവിയസ് എക്സ്പീരിയൻസ് നോളജ് ഓൺ ദ ഔട്ട്കം നൈദർ ഓഫ് ഡിസിഷൻ നോർ പൊസിഷൻ. ഓക്കെ, അപ്പോൾ ദ ക്യൂയിൻ തിയറി ഓർ വെയിറ്റിംഗ് ദ ലൈൻ തിയറി ഈസ് ഇമ്പോർട്ടൻറ്റ് ഓപ്പറേഷൻ റിസർച്ച് ടെക്നിക്സ് വിച്ച് ഡീൽ വിത്ത് അനാലിസിസ് ഓഫ് ക്യൂൻസ്. അപ്പോൾ ക്യൂയിൻ തിയറി നിങ്ങൾക്ക് പഠിക്കാനല്ല. അപ്പോൾ ആ ഒരു പോയിന്റ് നോക്കണ്ട. എൻ്റെ LPP ലീനിയർ പ്രോഗ്രാമിംഗ്. ക്യൂയിൻ തിയറി നമ്മൾ LPP ട്രാൻസ്പോർട്ടേഷൻ അസൈൻമെൻറ്റ് പോലുള്ള ഒരു മെത്തേഡാണ് ക്യൂയിൻ തിയറി, ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ളത്. പിന്നെ ഇനി നെക്സ്റ്റ് ലീനിയർ പ്രോഗ്രാമിംഗ്, an important operation research tool for determining optimal allocation of limited resources to meet given objectives. നിങ്ങൾക്ക് ആ വിറ്റാമിൻസിൻ്റെ പ്രോബ്ലം ഓർമ്മല്ലേ? അല്ലേ, 2 ഫുഡ് നമുക്ക് വാങ്ങിക്കണം. അപ്പം ഓരോ ഫുഡിലും അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻസിൻ്റെ അളവ് നമുക്ക് തന്നിട്ടുണ്ട്. അത് മിനിമം ഇത്ര വേണം, അതിൽ കൂടിയാലും പ്രശ്നമില്ല. അവിടെ ഉള്ളൊരു റെസ്ട്രിക്ഷൻ, ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. അത് സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? മിനിമം കോസ്റ്റിൽ എന്ത് ചെയ്യണം? ആ ഫുഡ് വാങ്ങിക്കണം. അല്ലേ, ആ പ്രശ്നമൊക്കെ നമ്മൾ സോൾവ് ചെയ്ത് ഓർമ്മല്ലേ? അപ്പോൾ അതാണ് നമ്മൾ LPPയിൽ ചെയ്യുന്നത്. എന്ത്? ഡിറ്റർമൈനിങ് ഒപ്റ്റിമൽ അലോക്കേഷൻ ഓഫ് ലിമിറ്റഡ് റിസോഴ്സസ് ടു മീറ്റ് ഗിവൺ ഒബ്ജക്റ്റീവ്സ്. ദ ഒബ്ജക്റ്റീവ് ഇസ് ഒപ്റ്റിമൈസ് ടോട്ടൽ പ്രോഫിറ്റ് ഓർ ടോട്ടൽ കോസ്റ്റ് ആൻഡ് യൂസിങ് ലിമിറ്റഡ് റിസോഴ്സസ് സബ്ജക്റ്റഡ് ടു വേരിയസ് കൺസ്ട്രെയിൻസ്. അവിടെ നമ്മൾ എന്താ ചെയ്തത്? ഫുഡിൻ്റെ കോസ്റ്റ് കുറയ്ക്കുകയല്ലേ ചെയ്ത്. ഓക്കെ, മിനിമൈസ് ചെയ്തു. Another operation research tool is network analysis. നിങ്ങൾ പഠിച്ചില്ലേ എപ്പോഴും CPMO, which provide technique for planning, scheduling, controlling, monitoring or coordinating large and complex project which consist of many activities. അപ്പോൾ ബർട്ടിന് CPMൻ്റെ ഡെവലപ്മെൻ്റ് ഒക്കെ അറിയാലോ. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. പ്ലാനിങ്ങിനും ഷെഡ്യൂളിങ്ങിനും കൺട്രോളിങ്ങിനും മോണിറ്ററിങ്ങും കോർഡിനേറ്റിങ്ങിനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? നെറ്റ്വർക്ക് അനാലിസിസ് യൂസ് ചെയ്യുന്നത്. അതും ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഓപ്പറേഷൻ റിസർച്ച് അങ്ങനെ ഒരു ടൂളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നെറ്റ്വർക്ക് അനാലിസിസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ റോൾ ഓഫ് ഓപ്പറേഷൻ റിസർച്ച് ഇൻ ഡിസിഷൻ മേക്കിങ്ങിൽ എന്തൊക്കെ റോളാണ് ഓപ്പറേഷൻ റിസർച്ചിനുള്ളത്? ഫസ്റ്റ് വൺ, എഫക്റ്റീവ് ഡെസിഷൻ. അല്ലെ, എഫക്റ്റീവ് ഡെസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് മാനേജേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ, ബെറ്റർ കോർഡിനേഷൻ. ബെറ്ററായിട്ട് എന്ത് ചെയ്യുക? കോർഡിനേറ്റ് ചെയ്യാൻ. അതായത് ഓപ്പറേഷൻ റിസർച്ച് ഹെൽപ്പ് കോർഡിനേറ്റ് ഓൾ ദ ഡിസിഷൻ ഓഫ് ഓർഗനൈസേഷനിലെ എല്ലാ ഡിസിഷനെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് കോർഡിനേറ്റ് ഓൾ ദ ഡിസിഷൻ ടേക്കൺ ബൈ ഡിഫിക്കൽട്ട് ലെവൽ ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഓർഗനൈസേഷൻ. അതായത് അതെന്ത് ചെയ്യുന്നുണ്ട്? കോർഡിനേറ്റ് ഓൾ ദ ഡിസിഷൻ ടേക്കൺ ബൈ ഡിഫറെൻറ്റ് ലെവൽ ഓഫ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഒരു കമ്പനി തന്നെ പല തരത്തിലുള്ള മാനേജ്മെൻറ്റ്, ഒരു കമ്പനീൻ്റെ അണ്ടറിൽ തന്നെ എന്തുണ്ടാവും? ഒരുപാട് ലെവൽസ് ഉണ്ടാവില്ല, ഒരുപാട് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ഉണ്ടാവും. അവിടെ നിന്ന് എടുക്കുന്ന എല്ലാ ഡെസിഷനെയും കോർഡിനേറ്റ് ചെയ്യാനും പിന്നെ വേരിയസ് ഓർഗനൈസേഷനിലെ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഡിസിഷൻസൊക്കെ കോർഡിനേറ്റ് ചെയ്യാനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഓപ്പറേഷൻ റിസർച്ച് സഹായിക്കുന്നുണ്ട്. എക്സാമ്പിളായിട്ട് ഇറ്റ് കോർഡിനേറ്റ് ദ ഡെസിഷൻ ടേക്കൺ ബൈ ദ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വിത്ത് ദ ഡെസിഷൻ ടേക്കൺ ബൈ മാർക്കറ്റിംഗ്
ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഒരു കമ്പനീൻ്റെ ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ് കമ്പനി ആണെങ്കിൽ അവിടെ നിന്നുണ്ടാവും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആയിരിക്കും, രണ്ടാമത്തെ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ആയിരിക്കും. ഇതിൽ കൂടുതൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും. എക്സാമ്പിളായിട്ട് ഒരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും ഒരു മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവർ രണ്ടാളും എടുക്കുന്ന ഡിസിഷൻസിനെ കോർഡിനേറ്റ് ചെയ്തിട്ട് അല്ലെ, എല്ലാ ഡിസിഷൻസ് കോർഡിനേറ്റ് ചെയ്തിട്ടല്ലേ കമ്പനി മുന്നോട്ട് പോവുക. അപ്പോൾ അതൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ ആര് സഹായിക്കുന്നുണ്ട്? ഓപ്പറേഷൻ റിസർച്ച് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു വട്ടം ചോദിച്ചതാണ് റോൾ ഓഫ് OR ഇൻ ഡെസിഷൻ മേക്കിംഗ്. അപ്പോൾ എന്തിനു സഹായിക്കുന്നുണ്ട്? എഫക്റ്റീവായിട്ടുള്ള ഡെസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റിനെ സഹായിക്കുന്നുണ്ട്. അതുപോലെ ബെറ്റർ കോർഡിനേഷൻസിന് സഹായിക്കുന്നുണ്ട്. പിന്നെ ഫെസിലിറ്റേറ്റ് കൺട്രോൾസ്, അതായത് ഓപ്പറേഷൻ റിസർച്ച് ഹെൽപ്പ് ദ മാനേജേഴ്സ് ടു കൺട്രോൾ ഹിസ് സബോർഡിനേറ്റ്, അല്ലേ? എല്ലാ സബോർഡിനേറ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജേഴ്സിനെ ആര് സഹായിക്കുന്നുണ്ട്? ഓപ്പറേഷൻ റിസർച്ച് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ഹെൽപ്പ് മാനേജേഴ്സ് ടു ഡിസൈഡ് വിച്ച് വർക്ക് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അപ്പം ഏത് വർക്കാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ആദ്യം ചെയ്യേണ്ട കാര്യം, അപ്പോൾ അതൊക്കെ ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആര് സഹായിക്കുന്നുണ്ട്? ഓപ്പറേഷൻ റിസർച്ച് സഹായിക്കുന്നുണ്ട്. അതായത് ഓൾമോസ്റ്റ് ഒരു കമ്പനി വർക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ സഹായം വേണം, ഓപ്പറേഷൻ റിസർച്ചിൻ്റെ ഹെൽപ്പ് വേണം. ഓക്കെ, ബാക്കി വായിച്ചാൽ കിട്ടൂലേ? ഇനി ഇംപ്രൂവ്സ് പ്രൊഡക്ടിവിറ്റി. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ടിവിറ്റി, ഇപ്പോൾ ഒരു കമ്പനീൻ്റെ പ്രൊഡക്ടിവിറ്റി എന്ന് വെച്ചാൽ എന്താണ്? മാക്സിമം നമ്മൾ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുക, എന്നിട്ട് എന്തുണ്ടാക്കുക? പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള കാര്യമാണ് പ്രൊഡക്റ്റീവ് ആവുക എന്ന് പറയുന്നത്. ഓക്കെ, മിനിമം ടൈമിൽ മാക്സിമം പ്രോഡക്റ്റ് ഉണ്ടാക്കുക, അതാണ് പ്രൊഡക്ടിവിറ്റി. മാക്സിമം എന്ത് ചെയ്യുക? പ്രോഫിറ്റ് ഉണ്ടാക്കുക. അപ്പോൾ ഓപ്പറേഷൻ റിസർച്ച് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ടു ഇംപ്രൂവ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇറ്റ് ഹെൽപ്പ് ടു ഡിസൈഡ് എബൌട്ട് ദ സെലക്ഷൻ, ലൊക്കേഷൻ, സൈസ് ഓഫ് ഫാക്ടറീസ്, വെയർ ഹൗസ് എക്സെട്ര, അല്ലേ? എല്ലാ കാര്യത്തിനെ പറ്റിയും എന്ത് ചെയ്യുന്നുണ്ട്? ഡിസൈഡ് ചെയ്യുന്ന ആരാണ്? ഓപ്പറേഷൻ റിസർച്ചാണ്. സെലക്ഷൻ, ലൊക്കേഷൻ, ഫാക്ടറി, വെയർ ഹൗസ് എവിടെ തുടങ്ങണം, ഫാക്ടറിൻ്റെ സൈസ് എത്ര വേണം, ലൊക്കേഷൻ എവിടെ ആയിരിക്കണം, എല്ലാ കാര്യങ്ങളും ഡിസൈഡ് ചെയ്യുന്ന ആരാണ്? ഓപ്പറേഷൻ റിസർച്ചാണ്. അപ്പോൾ ഈ ഫാക്ടറിയൊക്കെ പ്രോപ്പർ ലൊക്കേഷൻ ആണെങ്കിൽ, ട്രാൻസ്പോർട്ടേഷനൊക്കെ ഈസി ആണെങ്കിൽ നമ്മൾ എന്താക്കാൻ പറ്റും? പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റും, അല്ലേ? കൂടുതൽ സാധനങ്ങൾ കുറഞ്ഞ ടൈം കൊണ്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് സെയിൽ ചെയ്ത് അധികം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും, ഏൺ ചെയ്യാൻ പറ്റും. അപ്പം വെയർ ഹൗസും ഫാക്ടറീസൊക്കെ സെറ്റ് ചെയ്യുന്ന ലൊക്കേഷനും അതിൻ്റെ ഫാക്ടറിൻ്റെ സൈസും എല്ലാ കാര്യങ്ങളും എന്തായിരിക്കണം? പ്രോപ്പർ ആയിരിക്കണം. അതൊക്കെ ഡിസൈഡ് ചെയ്യാൻ ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഓപ്പറേഷൻ റിസർച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇറ്റ് ഈസ് ഓൾസോ ഹെൽപ്പ് മാൻ പവർ പ്ലാനിങ്. പിന്നെ ഓപ്പറേഷൻ റിസർച്ച് ഇസ് യൂസ്ഡ് ഇൻ എക്സ്പാൻഷൻ, മോഡേണൈസേഷൻ, ഇൻസ്റ്റാൾ ഓഫ് ടെക്നോളജി. അപ്പോൾ ഇതിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് മാൻ പവർ പ്ലാനിങ്. അതായത് ലേബേഴ്സിനെ എങ്ങനെയൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, പിന്നെ ടെക്നോളജീസ് എങ്ങനെയൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണം, ഏതൊക്കെ ടെക്നോളജീസ് കൊണ്ടുവരണം, എല്ലാ കാര്യങ്ങളും ഓപ്പറേഷൻ റിസർച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റോൾ ഓഫ് OR ഇൻ ഡെസിഷൻ മേക്കിംഗ്. ഒന്ന് എഫക്റ്റീവ് ഡെസിഷൻ എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബെറ്റർ കോർഡിനേഷൻ, എല്ലാ ഡെസിഷൻസിനും, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും, ഒരു കമ്പനീൻ്റെ അണ്ടറിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡെസിഷൻസിനെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫെസിലിറ്റേറ്റ് കൺട്രോൾ, അല്ലേ? മാനേജേഴ്സിൻ്റെ സബോർഡിനേറ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റി, അല്ലേ? അപ്പം ഫാക്ടറിൻ്റെ സൈസും ഫാക്ടറിൻ്റെ ലൊക്കേഷനും വെയർ ഹൗസിൻ്റെ ലൊക്കേഷനും എല്ലാം സെലക്ട് ചെയ്തുകൊണ്ട് മാക്സിമം എന്താക്കണം? ആ കമ്പനീൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് കമ്പനീനെ ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഓപ്പറേഷൻ റിസർച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ആപ്ലിക്കേഷൻ. എവിടെയൊക്കെ നമ്മളത് മെയിനായിട്ട് ഓപ്പറേഷൻ റിസർച്ച് യൂസ് ചെയ്യുന്നു, അതാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ. ഫസ്റ്റ് വൺ ഇസ് ഡിഫൻസ് ഓപ്പറേഷൻസ്, അല്ലേ? നമ്മൾ മിലിറ്ററി ഏരിയാസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഡിഫൻസിൽ നമ്മൾ ഓപ്പറേഷൻ റിസർച്ച് യൂസ് ചെയ്യുന്നുണ്ട്. ബാക്കി പാരഗ്രാഫൊക്കെ വായിച്ച് നോക്കണേ, സിമ്പിളായിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ ഇൻഡസ്ട്രിയിൽ, അതായത് നമ്മളെ കമ്പനീസിലൊക്കെ നമ്മൾ ഫാക്ടറിൻ്റെ കാര്യം, വെയർ ഹൗസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ? അപ്പോൾ ഇവിടെയൊക്കെ ബിസിനസ്സിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്? ഓപ്പറേഷൻ റിസർച്ച് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി മൂന്നാമത്തെ പ്ലാനിങ്ങിന് വേണ്ടിയിട്ട്, അതായത് ടുഡേ പ്ലാനിങ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ആക്ടിവിറ്റി ഓഫ് എവറി ഓർഗനൈസേഷൻ. അപ്പോൾ നമ്മൾ ഏത് ഓർഗനൈസേഷൻ എടുത്താലും പ്ലാനിങ് എന്ന് പറയുന്നത് എന്താണ്? വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ദ ഗവൺമെൻറ് ഷുഡ് പ്ലാൻ കെയർഫുള്ളി ഫോർ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ദി കൺട്രി, അല്ലേ? ഒരു ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യം എന്താ? ആ കൺട്രീൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് കെയർഫുള്ളായിട്ട് എന്ത് ചെയ്യണം? പ്ലാൻ ചെയ്യണം, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള പ്ലാനിങ്ങുകൾക്കൊക്കെ എന്ത് സഹായിക്കുന്നുണ്ട്? ഓപ്പറേഷൻ റിസർച്ച് സഹായിക്കുന്നുണ്ട്. പ്ലാനിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് PERT, CPM. അതൊരു ടൈപ്പ് ഓഫ് പ്ലാനിങ് ആണ്. ആക്ടിവിറ്റീസിനെ പ്ലാൻ ചെയ്യുന്നില്ല, എന്ന സമയത്ത് തുടങ്ങണം, എന്ന സമയത്ത് തീരണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഫോർ ദിസ് പർപ്പസ് ഓപ്പറേഷൻ റിസർച്ച് ടെക്നിക്ക് ക്യാൻ ബി കെയർഫുള്ളി അപ്ലൈഡ് ടു മാക്സിമൈസ് പെർ ക്യാപിറ്റ ഇൻകം വിത്ത് മിനിമം സാക്രിഫൈസ് ഓഫ് ടൈം. അപ്പം ഓപ്പറേഷൻ റിസർച്ച് അവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻകം നമുക്ക് മാക്സിമൈസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് മിനിമം ടൈമിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇൻകം മാക്സിമൈസ് ചെയ്യാൻ പറ്റും. പിന്നെയുള്ള അഗ്രികൾച്ചറിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് OR. ദ നീഡ്സ് ഫോർ അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ് ഈസ് ഇൻക്രീസിങ് ഡേ ബൈ ഡേ ഡ്യൂ ടു ഇൻക്രീസിങ് പോപ്പുലേഷൻ. But this cannot be done randomly. These are the number of problems related with the enhancement of agricultural production. So the course of action is to be selected which will help enhancement in production.
ഫോർ ദിസ് പർപ്പസ് ദ ഓപ്പറേഷൻ റിസർച്ച് ടെക്നിക് ക്യാൻ ബി യൂസ്ഡ്. അത് നമ്മൾ അഗ്രികൾച്ചറൽ ഏരിയാസ്, ഇപ്പോൾ പോപ്പുലേഷൻ കൂടിയോണ്ട് തന്നെ നമുക്ക് അഗ്രികൾച്ചർ പ്രൊഡക്റ്റിലെ നമുക്ക് ഫുഡ് കഴിക്കാൻ എന്ത് വേണം, കഴിക്കാൻ എന്ത് വേണം, ഫുഡ് വേണ്ടേ. അപ്പോൾ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷനും എന്ത് ചെയ്യണം, പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യണം, നമ്മൾ കൂട്ടേണ്ടി വരും. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ, അപ്പം ഈ ഒരു അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് എൻഹാൻസ്മെൻറ്റിന് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡെസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഓപ്പറേഷൻ റിസർച്ചിൻ്റെ ടെക്നിക്കുകൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റും, അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പം എല്ലാവർക്കും എല്ലാ ആൾക്കാരിലേക്കും എന്ത് എത്തുകയും ചെയ്യും, പ്രൊഡക്ഷൻ കൂടി കഴിഞ്ഞാൽ ഫുഡും കാര്യങ്ങളൊക്കെ എത്തുകയും ചെയ്യും. ഓക്കെ. പിന്നെ ഹോസ്പിറ്റൽസിലും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഈ ഓപ്പറേഷൻ റിസർച്ച് യൂസ് ചെയ്യുന്നുണ്ട്. ഇൻ ഹോസ്പിറ്റൽസ് പേഷ്യൻസ് ആർ വെയിറ്റിംഗ്, സോ വെയിറ്റിംഗ് പ്രോബ്ലംസ് അറൈസസ്, വെയിറ്റിംഗ് തിയറി ക്യാൻ ബി അപ്ലൈഡ് ടു സോൾവ് ദീസ് പ്രോബ്ലംസ്. അപ്പോൾ നമ്മൾ കുറച്ച് കൈൻഡ്സ് ഓഫ് ടെക്നിക്കേ പഠിച്ചുള്ളൂ കേട്ടോ. ഓപ്പറേഷൻ റിസർച്ചിൻ്റെ നെറ്റ്വർക്ക്, LPP, അസൈൻമെൻറ്റ് പ്രോബ്ലം, ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം, ഇതിലൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ എന്ത് ടൈപ്പ് ഓഫ് പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുന്നതെന്ന് അല്ലേ. LPPയിൽ നമ്മൾ ലിമിറ്റഡ് സ്കെയർസ് സാധനങ്ങൾ വരുന്ന അത് ഒരു ലിമിറ്റഡ് റിസോഴ്സസിൻ്റെ ഉള്ളിൽ മാക്സിമം അല്ലെങ്കിൽ മിനിമം ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ള കാര്യമാണ് ചെയ്യുന്നത്. നെറ്റ്വർക്കിൽ നമ്മൾ ടൈമിനെ കോസ്റ്റിനൊക്കെ പ്ലാൻ ചെയ്യുക ചെയ്യുന്നില്ലേ, അങ്ങനത്തെ ടൈപ്പ് ഓഫ് പ്രോബ്ലം സോൾവ് ചെയ്യാനാണ് നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നത്. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ ഈ പേഷ്യൻസ് വെയിറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവും, പല ഇഷ്യൂസ് ഉണ്ടാവും അല്ലേ. അപ്പം അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്, ഓപ്പറേഷൻ റിസർച്ച് ടെക്നിക്കാണ് വെയിറ്റിംഗ് തിയറി. ഓക്കെ, അത് നിങ്ങൾക്ക് പഠിക്കാനില്ല, മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഹോസ്പിറ്റലിൽ നമ്മൾ യൂസ് ചെയ്യുന്ന തിയറിയാണ് വെയിറ്റിംഗ് തിയറി, ക്യാൻ ബി അപ്ലൈഡ് ടു സോൾവ് ദീസ് പ്രോബ്ലംസ്. അങ്ങനത്തെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് തിയറി യൂസ് ചെയ്യുന്നു. ട്രാൻസ്പോർട്ട് അറിയാലോ, നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലംസ്. Operation research technique can be applied to regulate arrival of vehicles and processing time, minimize passengers waiting time, അങ്ങനെയുള്ള. ഇപ്പോൾ ഈ ട്രെയിൻ ആൻഡ് പ്ലെയിനിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് OR യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൽ നമുക്കറിയാലോ, PERT എന്താണ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിനാണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ റിസർച്ച് ടെക്നിക്കാണ് PERT. ഓപ്പറേഷൻ റിസർച്ച് ടെക്നിക് ക്യാൻ ബി അപ്ലൈഡ് ഫോർ കൺട്രോൾ ഓഫ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ്, പ്രൊഡക്ഷൻ, ഇൻട്രൊഡക്ഷൻ, പ്രൊഡക്റ്റ് പ്ലാനിങ് ഒക്കെ നമ്മൾ ഈ എല്ലാ കാര്യത്തിലും നമ്മൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൽ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഓപ്പറേഷൻ റിസർച്ച് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓപ്പറേഷൻ റിസർച്ച് ആൻഡ് മോഡേൺ ബിസിനസ് മാനേജ്മെൻറ്റ് അല്ലേ, മോഡേൺ ആയിട്ടുള്ള ബിസിനസ്സിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഓപ്പറേഷൻ റിസർച്ച് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ച് നോക്കണേ. പർച്ചേസിങ് ആൻഡ് പ്രൊക്യൂർമെൻറ്റ്, പിന്നെ പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ്, ഇതിലൊക്കെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്, പേഴ്സണൽ മാനേജ്മെൻറ്റ്, ഇതൊക്കെ മോഡേൺ ബിസിനസ് മാനേജ്മെൻറ്റിൽ OR യൂസ് ചെയ്യുന്ന ഏരിയാസ് ആണ് കേട്ടോ. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, പേഴ്സണൽ മാനേജ്മെൻറ്റ്, അതൊക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അപ്പോൾ ആപ്ലിക്കേഷൻ ഓഫ് OR ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫൻസ് ഓപ്പറേഷൻസിന്, ഇൻഡസ്ട്രീസ്, പ്ലാനിങ്, അഗ്രികൾച്ചറൽ, ഹോസ്പിറ്റൽ, ട്രാൻസ്പോർട്ടേഷൻ, പിന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, പിന്നെ ഓപ്പറേഷൻ റിസർച്ച് ആൻഡ് മോഡേൺ ബിസിനസ് മാനേജ്മെൻറ്റിന് യൂസ് ചെയ്യുന്നു. അത് യൂസ് ചെയ്യുന്ന ഏരിയാസാണ് ഫിനാൻസ്, ബഡ്ജറ്റിംഗ്, ഇൻവെസ്റ്റ്മെൻറ്റ്, പർച്ചേസിംഗ് ആൻഡ് പ്രൊക്യൂർമെൻറ്റ് ആൻഡ് പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ്, മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്, പേഴ്സണൽ മാനേജ്മെൻറ്റ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. പിന്നെ ഇനി നെക്സ്റ്റ് വൺ ടെക്നിക്ക് നിങ്ങളിപ്പോൾ പഠിച്ച കാര്യങ്ങളൊക്കെ എഴുതിയാൽ മതി. ഒന്നാമത്തെ നിങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം പഠിച്ചിട്ടുണ്ട്, അസൈൻമെൻറ്റ് പ്രോബ്ലം. രണ്ടാമത്തെ ടെക്നിക്ക്. മൂന്നാമത്തത് നെറ്റ്വർക്കിംഗ് പഠിച്ചിട്ടുണ്ട്, അത് പിന്നെ LPP പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്താണ്, ഓരോ ടെക്നിക്കുകളാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പ്രോബബിലിറ്റി നിങ്ങൾക്കറിയാലോ, പ്രോബബിലിറ്റി ഒരു ടെക്നിക്കാണ് ORൻ്റെ പ്രോബബിലിറ്റി. രണ്ടാമത്തെ ഡിസിഷൻ തിയറി നിങ്ങൾ പഠിച്ചതാണ്, പർട്ടും CPM അല്ലേ അത്. പിന്നെ ഗെയിം തിയറി നിങ്ങൾക്ക് പഠിക്കാനില്ല, അപ്പോൾ അടുത്ത നെക്സ്റ്റ് ടെക്നിക്കാണ് ഗെയിം തിയറി. പിന്നെ ലീനിയർ പ്രോഗ്രാമിംഗ്, LPP നിങ്ങൾ പഠിച്ചല്ലേ, അതിൽ നിങ്ങൾ ഏതൊക്കെ പഠിച്ചു, ഗ്രാഫിക്കലും സിംപ്ലക്സും പഠിച്ചില്ലേ, അപ്പോൾ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം പഠിച്ചതല്ലേ, അസൈൻമെൻറ്റ് പ്രോബ്ലം പഠിച്ചല്ലേ, സീക്വൻസിങ് പഠിച്ചില്ലേ, ക്യൂയിൻ തിയറി പഠിച്ചിട്ടില്ല, പിന്നെ ഡൈനാമിക് പ്രോഗ്രാമിങ്ങും പഠിച്ചിട്ടില്ല. അപ്പോൾ പഠിച്ച കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കുക. നെറ്റ്വർക്ക് അനാലിസിസ് ഇതാ, സിമുലേഷൻ പഠിച്ചിട്ടില്ല, റീപ്ലേസ്മെൻറ്റ് തിയറി, നോൺ ലീനിയർ പ്രോഗ്രാമിംഗ്, ഗോൾ പ്രോഗ്രാമിംഗ്, പ്രോബബിലിസ്റ്റിക് പ്രോഗ്രാമിംഗ്, മാർക്കോ അനാലിസിസ്. ഇത്രയും ടെക്നിക്കുകളുണ്ട്, ഇതിലും കൂടുതലുണ്ട്. അപ്പോൾ കുറച്ചെണ്ണം ഓർത്ത് വെക്കുക, അപ്ലിക്കേഷൻ ചോദിക്കാറുണ്ട് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ലിമിറ്റേഷൻ ഓഫ് OR. അപ്പോൾ ഇത്രയും മെറിറ്റ്സും ഫീച്ചേഴ്സൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ, ഒരുപാട് മെറിറ്റ്സ് ഉണ്ട് ORന്, ഒരുപാട് ഏരിയാസിൽ OR യൂസ് ചെയ്യുന്നുണ്ട്. എന്നാലും അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ് നോക്കാം. OR has certain limitations or try to find out optimal solution taking all the factors into account in the era of modern age.
ദർ ആർ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്, ഹ്യൂജ് കാൽക്കുലേഷൻസ് ആർ റിക്വയർഡ് ടു എക്സ്പ്രസ് റിലേഷൻഷിപ്പ് എമോങ്. അപ്പോൾ ചില പ്രോബ്ലത്തിൽ നമുക്ക് ഒരുപാട് ഹ്യൂജ് കാൽക്കുലേഷൻസ് വേണ്ടി വരും, എന്നിട്ടായിരിക്കും നമുക്കൊരു സൊല്യൂഷനിലേക്ക് എത്താൻ പറ്റും. അതെന്താണ് ഓറിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. രണ്ടാമത്തെ, നോൺ കൺസിഡറേഷൻ ഓഫ് ഇൻടാഞ്ചിബിൾ ഫാക്ടേഴ്സ്. അതായത് ഓർ പ്രൊവൈഡ് സൊല്യൂഷൻ ഓൺലി ഇഫ് ദ എലമെൻറ്റ്സ് ആർ ക്വാണ്ടിഫൈഡ്. അതായത് ക്വാണ്ടിറ്റിയിൽ സാധനങ്ങൾ തന്നാലേ നമുക്ക് ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡല്ല, മാത്തമാറ്റിക്കൽ മെത്തേഡല്ലേ. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റീനെ പറ്റി ഒരു ഡെസിഷൻ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല. ഓക്കെ, അപ്പോൾ ആ പ്രോഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റി കാര്യങ്ങളൊക്കെ തന്നു കഴിഞ്ഞാൽ ആ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ക്വാണ്ടിറ്റി അളവുകളുടെ രീതിയിൽ തന്നു കഴിഞ്ഞാൽ നമുക്ക് OR വെച്ചിട്ട് നമുക്ക് ആ പ്രോബ്ലത്തിൻ്റെ ഡെസിഷൻ എടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ജോബ് ഓഫ് സ്പെഷ്യലിസ്റ്റ്. നമ്മൾ OR ഒക്കെ ഒരു കമ്പനിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സ്പെഷ്യലിസ്റ്റ് വേണം. ഓക്കെ, അത് പഠിച്ചിട്ടുള്ള ആൾക്കാർ വേണം. OR റിലേറ്റഡ് വിത്ത് ജോബ്സ് ഓഫ് സ്പെഷ്യലിസ്റ്റ് ലൈക്ക് സ്റ്റാറ്റിസ്റ്റീഷ്യൻ ഓർ മാത്തമാറ്റീഷ്യൻസ്, ബട്ട് ദേ ആർ നോട്ട് മാനേജ്മെൻറ്റ് എക്സ്പേർട്ട്, സോ ദേ ആർ നോട്ട് അവെയർ ഓഫ് പ്രോബ്ലംസ് റിലേറ്റഡ് വിത്ത് മാനേജ്മെൻറ്റ്. അതായത് ഈ OR ചെയ്യണമെങ്കിൽ ആര് വേണം? ഈസ് എ മാത്തമാറ്റിക്കൽ ടെക്നിക്കൽ, സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കാണ്. അപ്പോൾ മാത്തമാറ്റീഷ്യൻസ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റീഷ്യൻ വേണം. അവർക്ക് എന്തറിയാണ്ടാവില്ല, ഈ മാനേജ്മെൻറ്റിനെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും അറിയാണ്ടാവില്ല. അപ്പോൾ അതെന്താണ് ഒരു പ്രോബ്ലം ആയിരിക്കും. ഓക്കെ, അതാണ് ജോബ് സ്പെഷ്യലിസ്റ്റിൽ പറയുന്നത്. OR is റിലേറ്റഡ് വിത്ത് ദ ജോബ് ഓഫ് സ്പെഷ്യലിസ്റ്റ് ലൈക്ക് സ്റ്റാറ്റിസ്റ്റീഷ്യൻ ആൻഡ് മാത്തമാറ്റീഷ്യൻ, ബട്ട് ദേ ആർ നോട്ട് മാനേജ്മെൻറ്റ് എക്സ്പെർട്ട്. അവർക്ക് ഈ ചിലപ്പോൾ ഒരു കമ്പനിയിൽ ഇപ്പോൾ OR ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ മാത്തമാറ്റീഷ്യനെ സ്റ്റാറ്റിസ്റ്റീഷ്യനെ വെക്കും ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അവർക്ക് ഈ കമ്പനീനെ പറ്റിയോ അല്ലെ മാനേജ്മെൻറ്റിനെ പറ്റിയോ അങ്ങനെ വരാവുന്ന പ്രോബ്ലത്തിനെ പറ്റിയൊന്നും അറിയണ്ടാവില്ല. അപ്പോൾ ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ഫോർത്ത് വൺ ഇറ്റ് ഈസ് കോസ്റ്റ്ലി. There is a possibility of having frequent changes in basic data, so the incorporations of this data in operation research models become a costly affair. അപ്പോൾ ഈ ഒരു ഓപ്പറേഷൻ റിസർച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഒരു കമ്പനീസിലൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങളാണ്. അതായത് എക്സ്പെർട്ടിനെ വെക്കണം, അതിന് യൂസ്ഫുൾ ആയിട്ടുള്ള എന്ത് വേണം, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് വേണം. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ഇതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ എന്ത് വേണം, കോസ്റ്റ് വേണം. അപ്പോൾ അത് കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഓപ്പറേഷൻ റിസർച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ, ടെക്നിക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാന്നുള്ളൊരു കാര്യം. പിന്നെ ഡിഫിക്കൽട്ട് ഇൻ ഇംപ്ലിമെൻറ്റേഷൻ ഈസ് ഡിഫിക്കൽട്ട്, ദർ വിൽ ബി റെസിസ്റ്റൻസ്. അപ്പം ഇംപ്ലിമെൻറ്റേഷൻ ചില സിറ്റുവേഷനിൽ ഡിഫിക്കൽട്ടാവും. അത് ഒന്ന് ആ ഒരു മെത്തേഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഡിഫിക്കൽട്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ എന്ത് പുതിയ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പം അത് ഇപ്പോൾ ഒരു കമ്പനിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പം അത് ആ മാനേജേഴ്സ് എത്രത്തോളം അത് ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല പുതിയ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പം. അതെന്താണ്, അതൊരു പ്രശ്നമാണ്. അപ്പോൾ ഇത്രയും ലിമിറ്റേഷനാണുള്ളത്. അപ്പോൾ ഒന്നെന്താണ്, നമുക്ക് ക്വാണ്ടിറ്റി ആയിട്ടുള്ള ഡാറ്റാസ് മാത്രം, അങ്ങനെയുള്ള ക്വാണ്ടിറ്റി ഇൻവോൾവ് ചെയ്യുന്ന പ്രശ്നങ്ങൾ മാത്രമേ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ജോബ് സ്പെഷ്യലിസ്റ്റ് വേണം, കോസ്റ്റ്ലി ആണ്, ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്. പിന്നെ ഹ്യൂജ് കാൽക്കുലേഷൻസ് വരുമ്പം പല ഫാക്ടേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ലിമിറ്റേഷനിൽ വരുന്നത്. പിന്നെ ഡിഫിക്കൽട്ടി ഇൻ സെലക്ഷൻ ഓഫ് ടെക്നിക്ക്. നമ്മളൊരു പ്രോബ്ലം കിട്ടി, ഇത്രയും ടെക്നിക്കുകളില്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ LPPയും നെറ്റ്വർക്കും സീക്വൻസിങ്ങും ഒരുപാട് ടെക്നിക്കുകളില്ലേ. അപ്പോൾ അതിലേത് സെലക്ട് ചെയ്യണം എന്നുള്ളൊരു എന്തുണ്ടാവും, ഡിഫിക്കൽറ്റി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ചിലപ്പം ഒരു പെർട്ടിക്കുലർ ടെക്നിക്കിലായിരിക്കും LPPയിലായിരിക്കും ചിലപ്പോൾ മോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുക. പക്ഷെ അത് നെറ്റ്വർക്കിൽ കൂടി നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും ഡെസിഷൻ എടുക്കാൻ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഓപ്ഷൻ വരുമ്പോൾ എന്താണ്, ഒരു ടെക്നിക്ക് സെലക്ട് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് ഡിഫിക്കൽട്ട്. പിന്നെ നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ മാനേജ്മെൻറ്റ്. അതായത് ഇറ്റ് പ്രൊവൈഡ് ഓൺലി മാനേജ്മെൻറ്റ് ഫോർ ടേക്കിംഗ് ഡെസിഷൻസ്. ഓപ്പറേഷൻ റിസർച്ച് നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ എൻ്റയർ പ്രോസസ് ഓഫ് ഡെസിഷൻ മേക്കിംഗ്. അതായത് ഇത് ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറഞ്ഞാൽ മാനേജേഴ്സിനെ അസിസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ, അല്ലാണ്ട് എല്ലാ ഡെസിഷനും എടുക്കുന്നു ആരല്ല, ഓപ്പറേഷൻ റിസർച്ച് അല്ല. പിന്നെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മാനേജർ ആൻഡ് ഓപ്പറേഷൻ റിസർച്ചർ എന്താണ്, അതൊരു പ്രോബ്ലം ആയിരിക്കും. OR being specialists job requires a mathematician or statistician who might not be aware of the business problems. അല്ലേ, അപ്പോൾ അവർ തമ്മിലൊരു ഡിസ്റ്റൻസ് മീൻസ് സ്റ്റാറ്റിസ്റ്റീഷ്യന് ഈ ബിസിനസ്സിനെ പറ്റിയുള്ള കാര്യങ്ങൾ അതിൽ വരാവുന്ന പ്രോബ്ലംസ് ഒന്നും അറിയണ്ടാവില്ല. അപ്പോൾ അതും കൂടി അറിഞ്ഞാലേ നമുക്ക് ഈ ഒരു ഇങ്ങനെയുള്ള കമ്പനീസിൽ ഉണ്ടാകുന്ന ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഓപ്പറേഷൻ റിസർച്ച് വഴി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സിമിലർലി മാനേജർ ഫെയിൽസ് ടു അണ്ടർസ്റ്റാൻഡ് ദ കോംപ്ലക്സ് വർക്കിംഗ് ഓഫ് OR, ദസ് ദർ ഈസ് എ ഗ്യാപ്പ് ബിറ്റ്വീൻ ടു. തിരിച്ചും അങ്ങനെ തന്നെയാണ്, ഈ മാത്തമാറ്റിക്കൽ ടെക്നിക്കുകളും കാര്യങ്ങളൊന്നും ആർക്കും അറിയണ്ടാവില്ല, ഈ മാനേജേഴ്സിന് അറിയണ്ടാവില്ല. അപ്പോൾ അതും എന്താണ്, ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ഇവർ തമ്മിൽ എന്തുണ്ടാവും, ബിറ്റ്വീൻ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ഓക്കെ, ഡിപ്പെൻഡ്സ് ഓൺ ഇലക്ട്രോണിക് കമ്പ്യൂട്ടേഴ്സ്. അപ്പോൾ ഇപ്പം നമ്മൾ എല്ലാ ടെക്നിക്കുകളും നമ്മൾ കുറേ ടെക്നിക്ക് പഠിച്ചില്ല, LPPയും നെറ്റ്വർക്കും എല്ലാ കാര്യങ്ങളും നമ്മൾ പേപ്പറിലല്ലേ ചെയ്തുകൊണ്ടിരുന്നത്, സോൾവ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ലൈഫിലേക്ക് വരുമ്പം ചെയ്യുന്നത് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് സിലബസിൽ വന്നത്.
ഇപ്പോൾ നിങ്ങളേതെങ്കിലും കമ്പനീസിലൊക്കെ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ അങ്ങനത്തെ ഓപ്പറേഷൻ റിസർച്ച് ടെക്നിക്കുകൾ അവിടെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ത്രൂ എന്തിലായിരിക്കും യൂസ് ചെയ്യാം? ഈ ഓപ്പറേഷൻ റിസർച്ച് ടെക്നിക്കുകൾ യൂസ് ചെയ്യുന്നത് ത്രൂ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഈ ഓപ്പറേഷൻ റിസർച്ച് ടെക്നിക്കുകൾ യൂസ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ ഒരു ആപ്ലിക്കേഷൻസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതാണ് പേപ്പറിൽ എഴുതിയിട്ട് കണക്കൂട്ടി ചെയ്യാറില്ല. ഓക്കെ, നമ്മൾ ക്ലാസ് റൂമിൽ ചെയ്യും പോലെയല്ല നമ്മൾ ലൈഫിൽ ചെയ്യുന്നത്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ് ഈ നെറ്റ്വർക്കൊക്കെ നിങ്ങൾ ബുക്കിൽ വരച്ചെടുക്കുന്നില്ലേ, ആ കാര്യങ്ങളൊക്കെ വരച്ചെടുക്കുന്നത് ത്രൂ കമ്പ്യൂട്ടറാണ്. അപ്പോൾ അവിടെ എന്തുണ്ട്, ഒരു ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ, ഒരു ഇലക്ട്രോണിക് ഡിവൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഡിപ്പെൻഡൻസ് അവിടെ വരുന്നുണ്ട്. അത് ഇതിൻ്റെ ഒരു ഡിമെറിറ്റാണ്. പിന്നെ ഡിസ്കണക്റ്റഡ് ഫ്രം റിയൽ ബിസിനസ് കണ്ടീഷൻസ്. ദ റിസൾട്ട് ഓഫ് OR ആർ ഓഫൺ അക്കാദമിക് ഇൻ നേച്ചർ. ദർ അപ്ലിക്കേഷൻ ആൻഡ് ഇൻറ്റഗ്രേഷൻ ഇൻ റിയൽ ലൈഫ് സിറ്റുവേഷൻസ് മേ നോട്ട് ബി ഫീസിബിൾ ഓർ പ്രാക്ടിക്കൽ. ചിലപ്പോൾ നമുക്ക് ഈ ഒരു സയൻറ്റിഫിക് ആൻഡ് മെത്തേഡ് വഴി, അതായത് നമുക്കൊരു പ്രശ്നമുണ്ട്, നമ്മൾ ഓപ്പറേഷൻ റിസർച്ചിലൊരു ടെക്നിക്ക് മെത്തേഡ് ചൂസ് ചെയ്തു, നമ്മളത് വഴി സയൻറ്റിഫിക് മെത്തേഡ് വഴി നമ്മളൊരു ലാസ്റ്റ് ഒരു ഡിസിഷനിലേക്ക് എത്തി. ഓക്കെ, അതെന്തായിരിക്കണം എന്നില്ല, നമുക്ക് പ്രാക്ടിക്കൽ ലൈഫിൽ ആ ഒരു ഡിസിഷൻ ചിലപ്പം എടുക്കാൻ പറ്റണമെന്നില്ല. ഓക്കെ, അപ്ലൈ ചെയ്യാൻ പറ്റണമെന്നില്ല. ഓക്കെ, അതെന്താണ്, ഒരു ഡിമെറിറ്റാണ്. അതാണ് ഡിസ്കണക്റ്റഡ് ഫ്രം റിയൽ ബിസിനസ് കണ്ടീഷൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഓപ്പറേഷൻ റിസർച്ച് ഫസ്റ്റ് മോഡ്യൂളിലുള്ളത്. അപ്പോൾ എന്തിനാണ് ഓപ്പറേഷൻ റിസർച്ച് BCAയിൽ പഠിക്കുന്നതെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, ഈ ഒരു ഓപ്പറേഷൻ റിസർച്ചിൻ്റെ ടെക്നിക്കുകളൊക്കെ നമ്മൾ, അതായത് PERT ആയാലും CPM ആയാലും നെറ്റ്വർക്ക് അനാലിസിസ്, അസൈൻമെൻറ്റ് പ്രോബ്ലം, ട്രാൻസ്പോർട്ടേഷൻ, ഇതെല്ലാം ചെയ്യുന്നത് എവിടെയാണ്? കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലാണ് ചെയ്യുന്നത്. ഓക്കെ, സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തിയറി അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഓപ്പറേഷൻ റിസർച്ച് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കാര്യം, ഒരു ഡെഫിനിഷൻ പഠിക്കണം ഓപ്പറേഷൻ റിസർച്ചിന്. മീനിങ് കോൺസെപ്റ്റ് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, അതിൻ്റെ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ ആപ്ലിക്കേഷൻ, ടെക്നിക്കുകൾ, ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, പിന്നെ ഡിസിഷൻ മേക്കിങ്ങിലുള്ള ഈ ഓപ്പറേഷൻ റിസർച്ചിൻ്റെ റോള്. അപ്പോൾ ഇത്രയും ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ.